ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ നിർവാണയാണ്. പേര് കേട്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതുപോലെ തന്നെയാണ് ടേസ്റ്റും. ഇത് ഷെഫ് സുരേഷ് പിള്ളയുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അദ്ദേഹം 2017 BBC മാസ്റ്റർ ഷെഫ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഡിഷ് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനടുത്ത് നിങ്ങളുമായിട്ട് ഇതൊന്ന് പങ്കുവെക്കണമെന്ന്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അത് രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട ഡിഷ് തന്നെയാണ്. നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കരിമീൻ നിർവാണയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കരിമീൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി മതി. അത് ഒത്തിരി മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിന് ഒത്തിരി മസാലയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പിന്നെ കുറച്ച് നാരങ്ങാനീര് വേണം. 1 ടീസ്പൂൺ നാരങ്ങാനീര് വേണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മാരിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് വേണം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ കരിമീൻ ഒന്ന് വരഞ്ഞ് ഇത് നല്ല റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കത്തി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്ക് 2 വശം ഇതുപോലെ വരഞ്ഞു വെക്കാം. മീനൊക്കെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു മീന് വേണ്ട മസാലയാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് നമ്മളൊരു 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ തന്നെ വേണ്ട, അതിലും കുറച്ച് മതി. അത്രയും മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മീനയിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ മീൻ, അപ്പോൾ അതിന് മുകളിലോട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഒക്കെ ഇച്ചിരി മസാല അങ്ങ് തൂത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്തേക്കും കുറച്ച് മസാല തേക്കാം. നമുക്ക് മറ്റേ 2 സൈഡിലും ഇതുപോലെ തേക്കണം. അപ്പോൾ മസാലയൊക്കെ നമ്മൾ തേച്ചു. ഇനി നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. പെട്ടെന്ന് നമ്മൾ എടുത്തുണ്ടാക്കി അതിൻ്റെ എല്ലാം ഒന്നും പിടിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പ്രിപ്പറേഷൻ കാണിക്കാം. നമ്മുടെ മീൻ ഫ്രിഡ്ജ് വെച്ചിട്ട് അരമണിക്കൂറായി. ഞാനിപ്പോൾ ഒരു പാൻ എടുത്ത് അടുപ്പേ വെച്ചിരിക്കുകയാണ്. അത് പാൻ ചൂടാകുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിന് നല്ലത്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് ഇതൊന്ന് ചൂടാകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് എടുത്ത് വെക്കാം. ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ആകണ്ട. നമ്മൾ ഒരു സൈഡ് ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് വരെ കഴിയുമ്പോഴത്തേനും നമുക്കിത് മറിച്ചിടാം. ഇത് ഒത്തിരി മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അന്നേരം ആ ടേസ്റ്റ് അത്ര ശരിയാകത്തില്ല. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിപ്പോൾ ഒന്ന് മറിച്ചിടാം. മറ്റേ സൈഡോടെ ഇതുപോലെ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ 2 സൈഡും ചെറുതായിട്ട് ഒന്ന് പൊള്ളിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് പുറത്തോട്ടങ്ങ് എടുത്തേക്കാം.
നമ്മളിവിടെ ഈ കരിമീനിങ്ങ മാറ്റി വെക്കുവാണ്. ഇനി അടുത്ത പ്രിപ്പറേഷൻ കാണിക്കാം. ഉണ്ടോ, ഇത്രയും പൊള്ളിയാൽ മതി, ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് വേണം. ആദ്യം തന്നെ നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി വേണം. പിന്നെ കുറച്ച് പച്ചമുളക്, അതൊരു 3-4 പച്ചമുളക് ഇതുപോലെ നടുവേ കീറിയെടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാപ്പാലും. അത് നമ്മൾ കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം. ഫിഷ് നിർവാണ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒരു പാലപ്പച്ചട്ടിയാണ്. അതിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ അതങ്ങ് ഇച്ചിരി കുഴുവുണ്ടല്ലോ, അപ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കുക. പിന്നെ അത് ചൂടാകുമ്പോഴത്തേനും ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു വാഴയില, ഇത് ഞാൻ ചെറുതായിട്ട് വാട്ടിയതാണ്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകുമല്ലോ. അതുകൊണ്ട് വാഴയില ചെറുതായിട്ട് വാട്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുന്നത് അത് ഇങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്, ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ മീൻ ഈ ഇലയ്ക്കകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് പതുക്കെ ഇതങ്ങ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ടങ്ങ് വെച്ച് കൊടുക്കണം. ഈ തേങ്ങാപ്പാൽ ഇതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുകളിലോട്ടല്ല, ഈ മീനിൻ്റെ ചുറ്റുമാണ് നമ്മൾ ഒഴിക്കുന്നത്. നമുക്ക് കുറേശ്ശെ ഇതിന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം. അപ്പോൾ നമ്മൾ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാലില്ലേ, നമ്മൾ തലപ്പാൽ, അതാണ് ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു കുറച്ച് ഇങ്ങനെ നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടല്ലോ, അതിന് മുകളിൽ ഒഴിക്കരുത്, അത് പ്രത്യേകം നോക്കുകയാണ്. ഇങ്ങനെ ചുറ്റുമേ ഒഴിക്കാവുള്ളൂ. അതിനുശേഷം നമ്മളിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി ഉണ്ടല്ലോ, അതിങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കണം. കുറച്ച് ഇങ്ങനെ അതല്ല, ഈ തേങ്ങാപ്പാനിന് അകത്തോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു പിഞ്ച് കുരുമുളക്, അതും ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അതൊരു 3-4 ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ തേങ്ങാപ്പാലിന് വേണ്ട ഉപ്പിട്ടാൽ മതി. നമ്മൾ മീൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയും ഒരു കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പില, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിന് മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഇത് നമുക്കങ്ങ് കവർ ചെയ്ത് ഇതങ്ങ് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി വരുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇത് റെഡിയാകുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുണ്ടോ, തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എടുക്കാം. നമ്മൾ ഓൾറെഡി വറുത്താണല്ലോ, അതുകൊണ്ട് പിന്നെ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാപ്പാലൊന്ന് കുറുകുന്ന സമയത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് ഡിഷിനകത്തോട്ട് മാറ്റാം. ഞാനിതിപ്പം വേറൊരു സെർവിങ് ഡിഷിനകത്തേക്ക് മാറ്റുവാണ്. നമുക്ക് പതുക്കെ അതിങ്ങായിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കാം. കണ്ടോ, ഈ ഇലക്കകത്ത് തന്നെ നമ്മളിങ്ങനെ വെച്ചാൽ മതി. കണ്ടോ, നല്ല ഭംഗിയാണ് അല്ലേ?
എങ്ങനെയാണ് നമ്മുടെ കരിമീൻ നിർവ്വാണ? അടിപൊളിയല്ലേ? ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ആ വാഴയിലയിൽ ഈ കരിമീൻ തേങ്ങാപ്പാലും കുരുമുളകും പിന്നെ ആ ഇഞ്ചിയൊക്കെ ഇട്ട് വേകുമ്പോഴുള്ള ഒരു നല്ലൊരു സുഗന്ധം ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ടേസ്റ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ ചെയ്യാത്തവർ ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.